മറ്റാരുണ്ട് LDF അല്ലാതെ? ഞാൻ സത്യത്തിൽ സച്ചിദാനന്ദൻ മാഷെ അല്ല ഉദ്ദേശിച്ചത്. അതൊരു തെറ്റിദ്ധാരണക്കിടയാക്കിയെന്ന് തോന്നുന്നു. ദയവായിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടണം. എന്നാൽ നമുക്ക് വ്യക്തത വരുത്തി പോകാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം വ്യക്തത വരുത്തി. അത് എനിക്ക് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു പലർക്കും എന്ന് തോന്നിയിട്ടാണ്. ഇപ്പോൾ വയനാട് ഫണ്ട് മോഷ്ടിച്ചവർ പയ്യന്നൂരിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു കള്ളൻ ചോദിച്ചാൽ പുറത്ത് അത് നേരെ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ വ്യക്തിയെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു വ്യക്തിയെ, ഇനി മറുചേരിയിലാണെങ്കിൽ ഒരു വ്യക്തിയെ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കില്ല. ഒരു കള്ളൻ എന്ന് പറഞ്ഞതാണ്. അത് വയനാട്ടിൽ ഫണ്ട് മോഷ്ടിച്ചവർ ഇത് ചോദിച്ചു എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടിയാണ് ഞാൻ. പക്ഷെ അതിനുശേഷം പയ്യന്നൂരിലെ കാര്യങ്ങളിലേക്ക് പോയപ്പോൾ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. പക്ഷെ ഞാൻ വിശദീകരിച്ചതിന് ശേഷവും ഏഷ്യാനെറ്റിന്റെ അവതാരകൻ പറയുന്നത് ഇത് പറഞ്ഞിട്ടാണ് എന്റെ മെക്കിട്ട് കയറുന്നത്. അപ്പൊ അതിനൊരർത്ഥമേ ഉള്ളൂ. വ്യക്തത വരുത്തിയാലും നിങ്ങളുടെ വ്യക്തത ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നിങ്ങളെ മെക്കിട്ട് കയറാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അത് ആ വഴിക്ക് നടക്കട്ടെ, അത് പോട്ടെ. അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ചോദ്യത്തിന് ഇനിയിപ്പോൾ അതിൽ വ്യക്തത വരുത്തി പറയാം. ഞാൻ സച്ചിദാനന്ദൻ മാഷെ അല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് MN കാരശ്ശേരി മാഷിനെയാണ്. പറയാതിരിക്കണ്ടല്ലോ. കാരശ്ശേരി മാഷാണ് പറഞ്ഞത് ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരൊക്കെ BJPയിൽ പോകും എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അദ്ദേഹം നമ്മളെ സുഹൃത്താണ്, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിനൊന്നും കുറവില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. തോറ്റാൽ പോകുന്നതിനേക്കാൾ ജയിച്ചാലാണ് പോയി കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞ ആളെയല്ല ഇപ്പൊ ഉദ്ദേശിച്ചത്. പിന്നെ തുടർച്ചയായി ഭരിച്ചാൽ എന്തോ ഒരു കുഴപ്പം, അതൊരു സിദ്ധാന്തം ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ തുടർച്ചയായി ഭരിക്കുന്നത് നല്ലതല്ല, ഇടക്കിടക്ക് ഇങ്ങനെ മാറി മാറി വരണം. അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ ചോദിക്കൂ, ഈ 10 വർഷം ഭരിച്ചപ്പോ എന്തെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് അപകടം ഉണ്ടായോ? അപ്പൊ അതാരും പറയുന്നില്ല. ഇവിടെ പെൻഷൻ വർദ്ധിച്ചു, സ്കൂള് പൂട്ടിയില്ല, സർക്കാർ സ്കൂൾ ഒറ്റ എണ്ണം പൂട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചും പല ചോദ്യമുണ്ട്, ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വിശദീകരിക്കും. ഒരൊറ്റ സർക്കാർ പള്ളിക്കൂടം 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ പൂട്ടിയിട്ടില്ല. രാജ്യം മുഴുവൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാഠപുസ്തകം പരീക്ഷാകാലത്ത് പോലും എത്താത്തത് സമയത്തെത്തി. ഇന്ത്യയിൽ മിക്കവാറുമിടത്ത് PSC നിയമനങ്ങൾ മരവിപ്പിച്ചപ്പോൾ കേരളത്തിൽ 3 ലക്ഷം പേർക്ക് PSC നിയമനം കൊടുത്തു. വീട്ടമ്മമാരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിച്ചു. ചെറുപ്പക്കാരുടെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് കേരളത്തിൽ തുടങ്ങി. 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് നൽകി. അത്ര തന്നെ ആളുകൾക്ക് പട്ടയം കൊടുത്തു. ദേശീയപാതാ വികസനം, ഗെയിൽ വാതക പൈപ്പ് ലൈൻ, ഫോൺ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നു വേണ്ട വൻകിട പദ്ധതികൾ, ഒപ്പം സാധാരണക്കാരുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാമാണ് വന്നത്. അപ്പൊ ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവർ പറയുന്ന ഭരണമൊന്നും കുഴപ്പമില്ല, നല്ല ഭരണമാണ്. അപ്പൊ എനിക്കുള്ള സംശയം, ഒരു നല്ല ഭരണം നടന്നാൽ പിന്നെ ഒരു ദുർഭരണം വരണം എന്നെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? തുടർച്ചയായി നല്ല ഭരണം പാടില്ല എന്നെവിടെയെങ്കിലും ഉണ്ടോ? തുടർച്ചയായി നല്ല ഭരണമാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഒരു നല്ല ഭരണം കഴിഞ്ഞാൽ ഒരു ദുർഭരണം, പിന്നെ ഒരു സദ്ഭരണം, പിന്നെ ഒരു ദുർഭരണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നും വേണമെന്ന് ജനാധിപത്യത്തിൽ വാശി പിടിക്കണ്ട. എല്ലായ്പ്പോഴും സദ്ഭരണമാവട്ടെ. പവർ കട്ടിന്റെ കാലം വേണ്ട, നിയമന നിരോധന ഉത്തരവിന്റെ കാലം വേണ്ട, പെൻഷൻ മുടങ്ങുന്ന കാലം വേണ്ട, ട്രഷറി പൂട്ടുന്ന കാലം വേണ്ട, റോഡിൽ കുണ്ടും കുഴിയുമായി ആളുകളുടെ നടുവൊടിയുന്ന കാലം വേണ്ട, വർഗീയ കലാപങ്ങൾ മനുഷ്യന്റെ സ്വൈരജീവിതം തകർക്കുന്ന കാലം വേണ്ട. നല്ല കാലം മായാതെ തുടരട്ടെ എന്നേ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കും. സത്യത്തിൽ ഇതിൽ ഞാൻ മറുപടി പറയേണ്ട അല്ലെ പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ പ്രതികരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് അവരുടെ ഇടയിലുള്ളൊരു പ്രശ്നമാണ്. അവരുടെ ഇടയിലുള്ള പ്രശ്നമൊന്നും സത്യത്തിൽ പുറത്തു പറയാൻ പറ്റുന്നതല്ല, നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്തതൊക്കെ അന്ന് ഓണായിരുന്ന മൈക്കുകളുടെ മുമ്പിൽ നമ്മൾ കേട്ടതാണ്. അതാണ് അന്തരീക്ഷം. അപ്പൊ അത് അവർ തീർക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ മതി. പക്ഷെ കുറച്ചു നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഞാൻ കേട്ടത് ഇത് CPMന്റെ തലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഒരു കത്തില്ല, ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കിയതാണ്, എന്നിട്ട് CPMനെ ആക്രമിക്കുകയാണ്. ഇത് എന്തൊരു മാനസികാവസ്ഥയാണ്? ഇവരുടെ കത്തെഴുതലാണോ നമ്മുടെ പണി? നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേറെ എന്തൊക്കെ പണിയുണ്ട്?
ഇപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മുൻ KPCC പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല. പറഞ്ഞില്ലേ നിങ്ങളോട്? പറഞ്ഞു. അതിപ്പോ നിങ്ങൾ വീണ്ടും മുൻ KPCC പ്രസിഡന്റിനെ വിളിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞു? എന്നെ പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ തന്നെ ഇട്ടതാണ്. പറഞ്ഞില്ലേ? ഇതാണ് നമ്മുടെ അനുഭവം. അപ്പൊ ഇദ്ദേഹം ഇന്ന് പറയാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. എഴുതിയോ എഴുതിയില്ലേ അത് നിങ്ങളുടെ കാര്യം. പക്ഷെ എന്തിനാണ് CPM-ന്റെ തലയിലിടുന്നത്? എന്നാൽ മുൻ KPCC പ്രസിഡന്റ് പറയുന്നു കത്ത് വ്യാജമല്ല, ഇല്ലേ? കത്തുണ്ട്, അതിനെക്കുറിച്ച് DGP-ക്ക് പരാതി കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്കിടയിലെ വിഴുപ്പു ഭാണ്ഡങ്ങൾ ദയവായി ഞങ്ങളുടെ തലയിൽ കൊണ്ടുവെക്കാൻ ശ്രമിക്കരുത്. ഞങ്ങളുടെ തല നിങ്ങളുടെ വിഴുപ്പു ഭാണ്ഡം പേറാനുള്ളതല്ല. നിങ്ങൾ തമ്മിൽ തീർത്തോളുക. അത്രേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. അല്ല, അതില് ഒരു വീടിന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ പറയുന്നത് എന്താണ്? അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല, വേറെ ആരോ ഒരു ഏജൻസിയാണ്. ഇദ്ദേഹം തറക്കല്ലിട്ടതാണ്. ഒരു നാടാകെ തകർന്നു പോയ ഒരു ഘട്ടത്തിൽ ഒരു MLA-യുടെ ഉത്തരവാദിത്വം എന്താ? ഇങ്ങനെ സഹായിക്കാൻ വരുന്ന പലരെയും കൂട്ടിയോജിപ്പിക്കലും ആ പ്രവർത്തനം സമയബന്ധിതമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കലും വല്ല വിധേനയും അത് മുടങ്ങിപ്പോയാൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തി സഹായിക്കലും ഒക്കെ അല്ലേ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം? ആ കുട്ടിയാണെങ്കിൽ സമാനതകളില്ലാത്ത ദുരന്തം നേരിടേണ്ടി വന്നൊരു കുട്ടിയല്ലേ? അപ്പൊ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ ചേർത്ത് നിർത്തി സംരക്ഷിക്കേണ്ടതല്ലേ? അതിന് പകരം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് വഞ്ചനയല്ലേ? അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ വയനാടിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ. വയനാട് ഇപ്പൊ നമ്മുടെ മുൻപിൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ശരിയായി ജനങ്ങളുടെ മുൻപിൽ നല്ല വെളിച്ചത്തിൽ നിർത്തിയിരിക്കുകയല്ലേ? മരണ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കള്ളൻ മോഷ്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത്? പണ്ടെപ്പോഴെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. കാരണം എന്താണ്? മരണവീടെന്ന് പറഞ്ഞാൽ മരിച്ചത് ആരുമാകട്ടെ, കുറച്ചു പേരുടെ പ്രിയപ്പെട്ട ഒരാളാണ്. ആ കുടുംബാംഗങ്ങളുടെ, അയൽവക്കക്കാരുടെ, പരിചയക്കാരുടെ. ആ ദുഃഖസാന്ദ്രമായ ഒരിടത്ത് മോഷ്ടിക്കാൻ ചെല്ലാതിരിക്കുക എന്നത് മോഷ്ടാക്കളുടെ ഔചിത്യമാണ്. അപ്പൊ നൂറുകണക്കിന് മനുഷ്യർ ദയനീയമായി മരണമടഞ്ഞൊരിടത്ത്, ഒരു മരണഗ്രാമത്തിൽ, ഇനി അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായിട്ട് ആരെങ്കിലും വരുമോ എന്നറിയില്ല, ഒരുപാട് പേർ മരിച്ച ഗ്രാമം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ആ ഗ്രാമത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു വിശേഷണം കൊടുത്തതല്ല. ഒരുപാട് പേർ ദുരന്തത്തിൽ മരിച്ച ആ ഗ്രാമത്തിൽ ഓടിയെത്തി ആ നിമിഷത്തിൽ പിരിവ് തുടങ്ങി ആ പണം മുഴുവൻ മോഷ്ടിച്ചതല്ലേ? മനസാക്ഷി എന്നൊന്നുണ്ടോ? മനുഷ്യൻ എന്ന പദത്തിന് ഇവർ അർഹരാണ്. എന്തൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നു. എന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് പറഞ്ഞില്ലേ? എവിടെയാ പണം? ആ സംയുക്ത അക്കൗണ്ടിലെ പണം എത്രയുണ്ട്? കണക്ക് വീട് വെച്ചതിന് ശേഷം ഞങ്ങൾ പറഞ്ഞോളാം, വീട് പണി കഴിഞ്ഞതിന് ശേഷം. അവസാനം അതാണ് കേരളത്തിന്റെ വിജയം. കണക്ക് പറയിപ്പിച്ചു. വീട് പണി കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞ കണക്ക് അതിന് മുൻപ്, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് പറയിപ്പിച്ചു. സംഗതി കള്ളക്കണക്കാണെന്നുള്ളൂ. ഓരോരുത്തരും പറഞ്ഞത് ഓരോ കണക്ക്. അപ്പോ പണം മോഷ്ടിച്ചവർ മാത്രമല്ല, കള്ളക്കണക്ക് പറയുന്നവരുമാണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞത്? പണം കഴിഞ്ഞു, തീർന്നു, ഇനി പണമില്ല, ഇനി വീണ്ടും പിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം ജനങ്ങളുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു. നടത്തിയ ഹൃദയശൂന്യമായ കൊള്ള, ഇനിയും കൊള്ള നടത്താനുള്ള തയ്യാറെടുപ്പ്, വൻ വഞ്ചന, ഇതെല്ലാം തുറന്നു കാണിക്കപ്പെട്ടു. ഇവരെങ്ങാനും അധികാര സ്ഥാനങ്ങളിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് മലയാളി ഓർക്കേണ്ടത്.